ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്കൈ മാസ്റ്റർ പ്രോ അൺബോക്സ് ചെയ്യണത് ഇന്ന് കണ്ടത്. അൺബോക്സിങ് വീഡിയോ കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സ്കൈ മാസ്റ്റർ പ്രോനെ നമ്മുടെ ഡ്രോണിനെ ഇത് എന്താ പറയുക അസംബിൾ ചെയ്തിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാക്കേജിങ് എടുക്കുക. പാക്കേജിങ് തുറക്കുമ്പോൾ ഡ്രോണും ജോയ്സ്റ്റിക്കും കാണും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രോണിനെ എടുക്കുക. ഡ്രോണിനെ എടുത്തിട്ട് ഡ്രോണിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനൊരു ഇതുണ്ടാവും. അതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഡ്രോണിന് ചാർജില്ല. ആദ്യം നമ്മളത് ചാർജ് ചെയ്തിട്ട് ഇച്ചിരി പാടാണ്. ഓക്കെ, എന്നിട്ട് ഇത് കണ്ടോ, ഇതാണ് ഡ്രോണിനെ ടച്ച് ചെയ്ത് വെച്ചേക്കണ. ബാറ്ററിയും ഡ്രോണും നമ്മൾ കണക്ട് ചെയ്യണ കേബിളാണ്. അത് റിമൂവ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് ഡ്രോണിലോട്ട് കണക്ട് ചെയ്യണ കേബിളിൽ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഈ എക്സ്ട്രാ ആക്സസറി ഷീറ്റിൽ ചാർജിങ് കേബിളാണ്. അപ്പോൾ ചാർജിങ് കേബിളിൻ്റെ ഒരറ്റം USB ആണ്, മറ്ററ്റം ബാറ്ററിയിലോട്ട് കണക്റ്റ് ആണ് കേബിളാണ്. അതാണ് ഈ എൻഡ്. മറ്റേ എൻഡ് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഫോൺ ചാർജ് ചെയ്യണ അഡാപ്റ്ററിലും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് ഇനി നമുക്ക് ഇത് തൽക്കാലം ഫോണിൻ്റെ അഡാപ്റ്റർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഇതിൽ കണക്ട് ചെയ്ത് 80 മിനിറ്റ്സ് ചാർജ് ചെയ്യണം. അപ്പോൾ ചാർജ് ചെയ്തിട്ട് വരാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങി. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തേക്കുന്നതാണ്. യു എസ് ബി പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് നേരെ ബാറ്ററിയിലോട്ട് നോക്കട്ടെ. 3.7 വോൾട്ട് 600 mAh ബാറ്ററിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇനി 80 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം ചാർജ് ഫുള്ളാവാൻ വേണ്ടി. അപ്പോൾ 80 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് 80 മിനിറ്റ്സ് നമ്മൾ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രോണിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രോണിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഡ്രോൺ എടുക്കുക, ഡ്രോൺ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ കേസ്, ബാറ്ററി ഇടണ കേസ്. ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആദ്യം ബാറ്ററി
ബാറ്ററി ആദ്യം സ്ലൈഡ് ചെയ്തിടുക. എന്നിട്ട് ബാറ്ററി സ്ലൈഡ് ചെയ്തിട്ട് ഈ 2 പിന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, 2 ഇച്ചിരിയും കൂടെ ടൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ആ 2 പിന്ന് ഓക്കെ. ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് കേസ് തിരിച്ച് ലോക്ക് ചെയ്യുക. ഇച്ചിരി ട്രിക്കിയാണ്. ഇങ്ങനെയൊക്കെ സ്ലൈഡ് ചെയ്യാം. ഓക്കെ, സ്ലൈഡ് ചെയ്ത് ലോക്കായി. ഇപ്പം നമ്മുടെ ഡ്രോൺ റെഡിയായി. ഡ്രോൺ ബാറ്ററി ഇട്ട് കഴിയുമ്പോൾ നമ്മളതിൻ്റെ സ്റ്റാൻഡുകൾ പിടിപ്പിക്കണം. സ്റ്റാൻഡുകൾ എടുക്കുക. ഓക്കെ, സോ സ്റ്റാൻഡുകൾ 1, 2, 4 3, 4. ഓക്കെ, നമ്മൾ 4 സ്റ്റാൻഡ് എടുത്ത് 4 സ്റ്റാൻഡ് ഡ്രോണിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യണം. ഡ്രോണിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്താലേ ലാൻഡ് ചെയ്യുമ്പോൾ ഡ്രോണിന് ഡാമേജ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നെടുക്കാം. ഒരു മിനിറ്റ്, സ്റ്റാൻഡ് ഇട്ടിട്ട് ഡ്രോണിൻ്റെ സ്റ്റാൻഡുകൾ പിടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഫൈനലി ഡ്രോൺ ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൈ മാസ്റ്റർ പ്രോയുടെ ഡ്രോൺ ഡിസൈനിൽ കൊള്ളാം, പിന്നെ ഭയങ്കര അഫോർഡബിളാണ്. നല്ലോണം ഇതുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡ്രോൺ റെഡിയായി. ബാറ്ററിയും ചാർജിലാണ്. അപ്പം ഇനി നമുക്ക് ഇതിനെ ടേക്ക് ഓഫിന് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം നമ്മൾ ഡ്രോണിനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡ്രോണിനെ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റിംഗ് കാണും. ലൈറ്റിംഗ് കാണുമ്പോൾ പച്ചയാണ് ഡ്രോണിൻ്റെ ഫ്രണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജോയ്സ്റ്റിക്ക് എടുക്കുക. ജോയ്സ്റ്റിക്ക് എടുത്തിട്ട് ജോയ്സ്റ്റിക്ക് ഓൺ ചെയ്യുക.
ജോയ്സ്റ്റിക്ക് ഓണായി, ലൈറ്റിങ് കത്തുണ്ട്. ജോയ്സ്റ്റിക്കും ആൾട്ടിറ്റ്യൂഡ് റീഡിങ് കണ്ടോ, ഫ്രണ്ട് പോവും, ബാക്ക് പോവും, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഓക്കെ. ഇനി ലാൻഡ് ചെയ്യാൻ പോലെയാണ്. ഡ്രോൺ ലാൻഡ് ചെയ്യിപ്പിച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.